ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ കുറേയായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ക്രിസ്മസ് തീമിൻ്റെ ചെറിയൊരു സിമ്പിളായിട്ടൊരു ഡിസൈനാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. അതിനായിട്ട് ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്, ഗിൽറ്റർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു ടെംപ്ലേറ്റ് എടുത്തിട്ട് കോമ്പസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ടെംപ്ലേറ്റ് ഈ ഒരു ഫോം ഷീറ്റിൻ്റെ മേലേക്ക് വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പെന്നോ പെൻസിലോ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇടാത്തത് കാരണം തന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് കൊഴിഞ്ഞു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമുക്ക് ഹോസ്പിറ്റൽ കേസുകളിൽ ഈ കുട്ടികളൊക്കെ ഉള്ളവിടെ വന്നു കഴിഞ്ഞുള്ള അവസ്ഥ ഞങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനൊരു സത്യം പറഞ്ഞ ഒരു മൈൻഡ് ഒട്ടും ഫ്രീ ആയിരുന്നില്ല, ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അതൊക്കെ കൊണ്ടാണ് വീഡിയോ ചെയ്യാത്ത. ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. പിന്നെ ഐ തിങ്ക് എൻ്റെ ഈ ചാനലിന് എന്തോ ഒരു പ്രശ്നം, ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കും, എനിക്കറിയില്ല. എൻ്റെ വാച്ച് അവേഴ്സ് കുറഞ്ഞു പോകണം. മേ ബി വീഡിയോ ഇടാത്തത് കൊണ്ടും ആയിരിക്കാം, പക്ഷെ എന്നാലും ഇത്രത്തോളം കുറഞ്ഞു പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അവർക്ക് മെയിലൊക്കെ അയച്ചിട്ടുണ്ട് യൂട്യൂബിൽ. നമുക്ക് നോക്കാം എന്താ പ്രശ്നമെന്ന്. പിന്നെ അതും വാച്ച് അവേഴ്സൊക്കെ ഇങ്ങനെ കുറയണ കാരണം തന്നെ എനിക്ക് ആകെ ഒരു മൂഡ് ഔട്ടായി പോയി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരു മോണിറ്റൈസേഷൻ ആവാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഡെസ്പായി പോകും മൈൻഡ്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനൊരു മൂഡുണ്ടായിരുന്നില്ല, പിന്നെ കുട്ടികൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഇടാം. പിന്നെ അതുപോലെ തന്നെ ഈ മേക്കിംഗ് വീഡിയോസിന് പകരം ഞാൻ വ്ളോഗ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് കേട്ടോ. ഹോം വ്ളോഗ്, അതായത് ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഡെയിലി വ്ളോഗ്സും ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ ചെയ്താലോ എന്ന് നോക്കണം. ബിക്കോസ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ സമയം എനിക്കിതിൽ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹോം വ്ളോഗ് ആണെന്നുണ്ടെങ്കിൽ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ക്ലിപ്പ് മാത്രം നമുക്ക് എടുത്താൽ മതി, എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നോക്കാം, നമുക്ക് എന്തായാലും നമ്മുടെ യൂട്യൂബിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. ആദ്യം മെയിൽ വരട്ടെ, അതിന് ശേഷം ഞാൻ എന്താണെന്ന് വെച്ച് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പീസ് വേണം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 4 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യും. ഇതൊരു 4 ഷേപ്പ് ഏത് മെത്തേഡിൽ ഇല്ലെങ്കിൽ ഏതൊരു ഡിസൈൻ ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ടൊരു മോഡൽ കാണിക്കണം. ഞാൻ ഒട്ടിച്ച് കാണിക്കുന്നില്ല, എൻ്റെ ഒരു ഗ്ലൂ ഗണ്ണ് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പുറത്തും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് വയ്യാത്തന്നെ നമുക്ക് എവിടേക്കും പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഒരു മാസത്തോളമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, എവിടേക്കും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പിന്നെ ഇവിടെ മഴയും ക്ലൈമറ്റൊക്കെ മാറിയത് കാരണമാണ് ഇപ്പോൾ ഇത്രയും ഇഷ്യൂസ് വരാൻ ഉള്ളൊരു കാരണം. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഒരെണ്ണം വെച്ചിട്ട് അതിൻ്റെ മേലേക്ക്, അതായത് നമ്മുടെ എന്താണ് പോളൻ ഉണ്ടല്ലോ, ഈ പോളൻ നമ്മളിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഫ്ലവർ രൂപത്തിലാക്കിയിട്ട് സെൻറ്ററിൽ പോളൻ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ സെറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു എനിക്ക് മൈൻഡ് ഒട്ടും ഓക്കെ അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മോഡൽ ആലോചിച്ചിട്ട് എൻ്റെ മനസ്സിൽ വരണില്ല. പക്ഷേ വീഡിയോ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ ഈ ഒരു മോഡലില്ലെങ്കിൽ ഈ ഒരു കട്ടിങ്സ് കണ്ടിട്ടെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അത് വേണ്ടവരെന്തായാലും പറയുക. ആ പ്രൊഡക്റ്റ് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്യാത്ത സാധനം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 1-2 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യാത്ത സാധനമാണ്. അപ്പോൾ അത് വേണമെന്നുള്ളവർ എന്തായാലും കണ്ടുനോക്കിയിട്ട് പറയാം. അപ്പോൾ ഇത് ഹെയർ ബാൻഡിൽ നമ്മളിങ്ങനെ രൂപത്തിൽ വെച്ച് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് ഗമ്മം കൊണ്ട് ഒട്ടിച്ച് കാണിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗി തോന്നുന്നു കേട്ടോ. പക്ഷേ അത് നമുക്ക് ഗമ്മില്ലല്ലോ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ഫ്ലവർ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു സ്റ്റാറിൻ്റെ ആ ഒരു ഷേപ്പ് പോലെയൊക്കെ കിട്ടി ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് പോളനോ ബീഡ്സ് വർക്ക് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു നമ്മുടെ ആ ഒരു കോണ് ഷേപ്പ് കണ്ടോ, ആ ഒരു കോണ് പോലെയുള്ള ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഈ സ്റ്റോണിൻ്റെ ചെയിൻ ഒട്ടിച്ചു കൊടുത്താലും ഭംഗിയുണ്ടാവും. അപ്പം ഇതൊരു സിമ്പിൾ ഡിസൈനാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ക്രിസ്മസിന് പെട്ടെന്ന്, ഇപ്പോൾ എത്ര അറിയാത്തവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനായിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്ത് ഹെയർ ക്ലിപ്പൊക്കെ ഹെയർ ബാൻഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടം വഴി ഓടും. ഇതിന് വെച്ച് മോശമായിട്ടുള്ള കട്ടിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യണവർക്കൊക്കെ ഇങ്ങനെയുള്ള മോഡൽസൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ശ്രദ്ധയോടെ ഇങ്ങനത്തെ കുഞ്ഞു മോഡൽസ് ചെയ്താലാണ് നമുക്ക് വലിയ മോഡൽസിലേക്കൊക്കെ എത്താൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മെറ്റീരിയൽ എന്തായാലും ഞാൻ കാണിച്ചു തരാം സെയിൽ ചെയ്യാൻ പോണത്. നമ്മുടെ ആരി വർക്കിൻ്റെ സ്റ്റാൻഡ്, ഇത് കണ്ടോ, 18 ഇഞ്ചിൻ്റെ സ്റ്റാൻഡാണിത്. സ്റ്റാൻഡ് വിത്ത് ഫ്രെയിമാണ് ഇത്. ഫുൾ കണക്റ്റായിട്ടാണ് വരിക കേട്ടോ.
ഒന്നും അഴിച്ച് വെക്കേണ്ടതില്ല. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഇരുമ്പിൻ്റെയാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നമ്മൾ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് എനിക്ക് ബാക്ക് പെയിൻ ഉള്ളത് കാരണം എനിക്കിത് വെച്ചിട്ട് കുറേ നേരം വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളത് വർക്ക് ചെയ്യുക, നമ്മൾ ഇതും ഒരു സൈഡ് ബിസിനസ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് നല്ല ബാക്ക് പെയിനാണ് സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം. അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇതിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് സെയിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. വെറുതെ വീട്ടിൽ വെച്ചിട്ടും കാര്യമില്ലല്ലോ, യൂസ് ആവണിരിക്കെങ്കിലും യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വിത്ത് ഫ്രെയിം 18 ഇഞ്ചിൻ്റെ സ്റ്റാൻഡും വിത്ത് ഫ്രെയിമും ആണ് ഞാൻ അതിൽ കൊടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് 600 സംതിങ്ങിന് എന്തിനാണ് വാങ്ങിച്ചത്. ഞാൻ 499 ആണ് ഇത് സെയിൽ ചെയ്യുന്നത്. 499 രൂപ വിത്ത് ഇതിൻ്റെ കൂടെ തന്നെ നൂലും അതുപോലെ തന്നെ ഇതിൻ്റെ സൂചി ഉണ്ടല്ലോ, നീഡിൽ, ആരി വർക്കിൻ്റെ നീഡിൽ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ അറിഞ്ഞവരാണെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ത്രെഡ് ഇതിൽ വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള ത്രെഡാണ്, നല്ല ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഞാൻ ഇതും ഐ തിങ്ക് കുറച്ച് നൂലുകൾ മാത്രം, അതായത് ഈ ഗോൾഡും ആ പീക്കോ കളറൊക്കെയാണ് കുറച്ച് യൂസ് ചെയ്തത്. ബാക്കിയൊന്നും യൂസ് ചെയ്യാത്ത നല്ല ത്രെഡാണ്. അതായത് നല്ല ക്വാണ്ടിറ്റി ഉള്ള ത്രെഡ് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ അരി വർക്കിൻ്റെ നീഡിലും വെക്കുന്നുണ്ട്. അപ്പോൾ ഈ നീഡിലും അതുപോലെ തന്നെ ഈ 80 ഇഞ്ചിൻ്റെ ഫ്രെയിമും സ്റ്റാൻഡും ഈ ഇത്രയും ത്രെഡും കൂടെ നമ്മൾ കൊടുക്കണത് 799 ആണ് കേട്ടോ. 799 രൂപ, 800 രൂപയ്ക്കാണ്. പ്ലസ് ഷിപ്പിംഗ് ചാർജ് 100 രൂപ വരും. ബിക്കോസ് ആ ഒരു സ്റ്റാൻഡ് വന്നിട്ട് നല്ല വെയിറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കില്ലായിരുന്നു. വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് 100 രൂപ ഞാൻ ഷിപ്പിംഗ് ചാർജ് ഇട്ട്. നിങ്ങൾ വേറെ എവിടെ പോയാലും 100 രൂപയ്ക്ക് മേലെ എന്തായാലും ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കും. അപ്പോൾ ഈ ത്രെഡും അതേപോലെ തന്നെ നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ സ്റ്റാൻഡ് ആണെങ്കിലും ത്രെഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ എടുക്കുന്ന സാധനം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട. ഞാൻ യൂസ് ചെയ്താണ്, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ വേണ്ടവർ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അവർക്ക് കൊറിയർ അയച്ചു കൊടുക്കാം കേട്ടോ, എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കളർ ത്രെഡും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൽ. ഇനി ത്രെഡിന് വേണ്ടിയിട്ട് സൂചിക്ക് വേണ്ടിയിട്ടൊന്നും ഇതിൽ നടന്ന് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഒരെണ്ണത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ വേണ്ടവർ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ള നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ.